ഹലോ എവ്രി വൺ, നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന ആ ഒരു ഓണം എക്സാമിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും കാണാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ റൈറ്റിംഗ് എന്നുള്ളത്. ആ ഇമെയിൽ റൈറ്റിംഗ് ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നാലും എങ്ങനെ എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇമാജിൻ യു ആർ ദ ലിറ്റിൽ ഗേൾ ഹു ലോസ് ഹെർ ഡോൾ. ആ ഡോളിനെ നഷ്ടപ്പെട്ട ആ ഒരു കുഞ്ഞി കുട്ടി ഉണ്ടല്ലോ, ആ മോളുണ്ടല്ലോ, ആ മോള് നിങ്ങൾ അങ്ങോട്ട് ആണെന്ന് കരുതുക. റൈറ്റ് an email to your cousin. നിങ്ങളുടെ കസിൻ, നിങ്ങൾ കൊച്ചുകുട്ടിയാണേ, ആ ഒരു മോളാണ്. ആ ഒരു കുട്ടി നിങ്ങൾ എന്താക്കും, നിങ്ങളുടെ കസിൻ ഒരു ലെറ്റർ എഴുതുന്നു, ഒരു ഇമെയിൽ അയക്കുന്നു, ഡിസ്ക്രൈബിങ് ഹൗ എ കൈൻഡ് മാൻ യു മെറ്റ് ഇൻ ദ പാർക്ക്. നമ്മൾ ആരെ കണ്ടു? കാഫ്കയെ കണ്ടു നമ്മുടെ പാർക്കിൽ. അങ്ങനെ ഒരു കൈൻഡ് ആയിട്ടുള്ള, വളരെ ദയാലുവായിട്ടുള്ള ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹെൽപ്പ് യു ഫീൽ ബെറ്റർ ആഫ്റ്റർ ലൂസിങ് യുവർ ബോൾ. നിങ്ങളുടെ ആ ഒരു ഡോള് നഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അയാളെ കണ്ട, അയാളോട് സംസാരിച്ച് അയാൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സമാധാനമായി, കുറച്ചൊരു ബെറ്റർ ആയി എന്ന് നിങ്ങളുടെ കസിൻ അയക്കുന്ന ഒരു ലെറ്റർ അല്ലെങ്കിൽ ഇമെയിൽ ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. ഇതേത് ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു മെയിൽ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ സെറ്റ് ആക്കാനുള്ള ഒരു കിടിലൻ സാധനമാണ് ഇതിന്റെ ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് മറന്നുപോയത്. ആർക്കാണ് അയക്കേണ്ടത്? ആർക്കാണ്? നമ്മളെ കസിനാണ് അല്ലെ. കസിൻ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. അനുന്നോ സിനുന്നോ പൊന്നൂന്നോ എന്ത് കൊടുക്കാം. cousin@gmail.com. അങ്ങനെ ഒരു ജിമെയിൽ, ഒരു @gmail എന്നുള്ള ആ ഒരു സാധനം നമ്മൾ മെയിൽ അയക്കുന്ന സമയത്ത് കാണാറില്ലേ? നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ മെയിൽ അയച്ചിട്ടുണ്ടോ? ഏതായാലും അങ്ങനെ ഒരു സംഭവം അവിടെ കൊടുത്തിടുക. എന്നിട്ടോ ഫ്രം ആരാ? ഫ്രം നമ്മൾ തന്നെ അല്ലേ, നമ്മളെ പേര് എഴുതി കൊടുക്കുക. തൽക്കാലം jd@gmail.com എന്ന് എഴുതി കൊടുക്കുക. അങ്ങനെ ഒരു സാധനം എഴുതി കൊടുക്കുക. എന്നിട്ട് ഇവിടെ എന്താ സംഭവം? എന്താ ഇവിടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്താ? നമ്മൾ എന്തിനാ കത്തുന്നത്? എൻ്റെ ബോൾ നഷ്ടപ്പെട്ടു, ലോസ്റ്റ് മൈ ഡോൾ. ഓക്കെ, എൻ്റെ ഡോൾ നഷ്ടപ്പെട്ടു അല്ലേ. സാല്യൂട്ടേഷൻ എന്താ? ഡിയർ കസിൻ അല്ലേ. ഡിയർ കസിൻ എന്ന് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ പേരുണ്ടെങ്കിൽ അനുവെന്നോ എന്തെങ്കിലും ഒരു പേരുണ്ടാവില്ല, അത് എഴുതി കൊടുക്കുക. എന്നിട്ട് ബോഡിയിൽ നമ്മൾ എന്ത് പറയണം? യെസ്, നമ്മുടെ കസിനോട് നമ്മൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പാർക്കിൽ പോയ സമയത്ത് എൻ്റെ ഡോള് നഷ്ടപ്പെട്ടു, ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കാഫ്ക എന്ന് പറയുന്ന ഒരു സ്ട്രേഞ്ചർ വന്നു, എനിക്ക് സഹായിച്ചു, എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡോള് ട്രിപ്പ് പോയെന്നൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ എന്താക്കാം അവിടെ കംപ്ലീറ്റ് ചെയ്തൊന്നുമില്ല. അങ്ങനെ അയാൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര സമാധാനമായി, കുറച്ച് ബെറ്ററായി എന്ന് പറഞ്ഞു കൊടുക്കുക. ക്ലോസിംഗിൽ വിത്ത് ലവ് അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ലെറ്റർ അവസാനിപ്പിക്കാം, ഇമെയിൽ അവസാനിപ്പിക്കാം. നെയിം ഓഫ് ദ സെൻഡർ ആരാ? ജേഡി. ഇവിടെ ജേഡിനേക്കാളും നല്ലത് ആരാടാ? നമ്മളെ ഈ ഒരു ലിറ്റിൽ ഗേൾ ആണ്. ലിറ്റിൽ ഗേൾ ആകുമ്പോൾ ജേഡി ഗേൾ അല്ലേ, ജേഡി ബോയ് അല്ലേ. അപ്പോൾ പിന്നെ ലിറ്റിൽ ഗേൾ നമ്മൾ എന്തൊരു പേര് എടുക്കാം? susu@gmail.com. ഓക്കെ, നിങ്ങൾ ഇഷ്ടമുള്ള കൊടുത്തോളൂ. ഏതായാലും ആ ലിറ്റിൽ ഗേൾ @gmail.com എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു സെയിം എന്താണോ കൊടുത്തത് അവിടെ ആ ഒരു സെന്ററിന്റെ പേര് അവസാനവും കൊടുക്കുക. സപ്പോസ് ഒരു ആൻസർ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. anu@gmail.com. ഫ്രം ആരാ? ഞാനാണ് അയക്കുന്നത്. ഞാൻ എൻ്റെ ലിറ്റിൽ ഗേളിന്റെ പേര് കസിൻ ആണ്. cousin@gmail.com. ഐ ലോസ്റ്റ് മൈ ഡോൾ. സബ്ജക്ട് എന്താണ്? എൻ്റെ ഡോൾ നഷ്ടപ്പെട്ടു. ഡിയർ കസിൻ അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് അല്ലെങ്കിൽ ഡിയർ കസിൻ എന്തെങ്കിലും ഒരു പേര് വേണമെങ്കിൽ കൊടുക്കാം. ഒരു അനുന്ന് സ്വന്തം പേരിട്ടു. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ഫൈൻ. നിനക്ക് സുഖം എന്ന് കരുതുന്നു. ഐ വാണ്ട് ടു ടെൽ യു സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ലാസ്റ്റ്. കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവം എന്നോടൊന്ന് കാര്യം പറയാനുണ്ട്. ഐ ലോസ്റ്റ് മൈ ഫേവറേറ്റ് ഡോൾ ഇൻ ദ പാർക്ക്. ഞാൻ പാർക്കിൽ വെച്ചിട്ടേ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഡോള് നഷ്ടപ്പെട്ടു. ഐ വാസ് വെരി സാഡ് ആൻഡ് സ്റ്റാർട്ടഡ് ക്രൈ. ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്നിട്ട് കരയാൻ തുടങ്ങിയായിരുന്നു. Then a kind man came and talked to me. വളരെ ദയാലുവായിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് സംസാരിച്ചു. He said my doll had gone on a journey. അയാൾ പറഞ്ഞത് എന്താ അറിയോ? എൻ്റെ ഡോൾ എന്തായി പോയി, ഒരു യാത്ര പോയിട്ടുണ്ട്. And would send me letters. എന്നിട്ട് അവിടെ നിന്ന് പോയിട്ട് എനിക്ക് ലെറ്റേഴ്സ് അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. Every day he gave me a letter from my doll. എൻ്റെ ഡോളാണെന്ന് പറഞ്ഞിട്ട് മൂപ്പര് എനിക്ക് കുറെ കത്ത് എഴുതി. എനിക്ക് അറിയാറ്റിട്ടാ. ഇറ്റ് മേഡ് മീ ഫീൽ ഹാപ്പി. എനിക്ക് കുറച്ചുകൂടി സന്തോഷമായി. ലെറ്റർ ഉണ്ടോ? എൻ്റെ ഡോളിക്ക് ലെറ്റർ ഒക്കെ അയക്കുന്നുണ്ടല്ലോ, ഏതായാലും സന്തോഷം. ഐ ഫീൽ മച്ച് ബെറ്റർ. എനിക്ക് കുറച്ചുകൂടി ഒരു ആശ്വാസമുണ്ട്, കുറച്ച് ബെറ്ററായി ഞാൻ. ഐ വിൽ ഷോ യു ദ ലെറ്റേഴ്സ് വെൻ യു വിസിറ്റ്. നീ കാണുന്ന സമയത്ത്, എന്നെ കാണുന്ന സമയത്ത് ഞാൻ ഈ ലെറ്റേഴ്സ് ഒക്കെ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. വിത്ത് ലവ് അല്ലെങ്കിൽ ലവ് എന്നോ വിത്ത് ലവ് എന്നോ വിത്ത് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ കൊടുക്കാൻ പറ്റും. അത് കൊടുത്തതിന് ശേഷം ആ ഒരു ക്ലോസിംഗ് ലൈനാണ്. അതിന് ശേഷം ആരാണ്? ഫ്രം ആരാ? അനുവിൽ നിന്ന് ആ ഒരു അനുവിൻ്റെ പേര് തന്നെ ഇവിടെ എഴുതി കൊടുക്കുക. യെസ്, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഏത് ചാപ്റ്ററിൽ നിന്നും ഇമെയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യലടാ. ഈ ഇമെയിലിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമാണോ? ഡയറി ചോദിക്കും, ക്യാരക്ടറിസ്റ്റിക് ചോദിക്കും, ലെറ്റർ ചോദിക്കും. ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഗ്രാമർ ക്വസ്റ്റ്യൻ, എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് വരാനുണ്ട്. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് അടിപൊളിയായിട്ട് പഠിച്ചാലോ. അത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കിടിലൻ മാരത്തോൺ ഉണ്ട് ഇന്ന് വൈകുന്നേരം, ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക്. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും, സെറ്റ് ആക്കും.
മനസ്സിലാക്കും. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏത് ഡിസ്കോഴ്സ് ആണ്, ഏതാണ് ഡയറി ആണോ ഗ്രാമർ ആണോ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവില്ലടാ, ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങളുടെ കൂടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും. അതിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും സെറ്റ് ആവട്ടെ. നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയുടെ ആ ഒരു ലിങ്ക് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ചാനൽ കിട്ടും. അതിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ നോട്ട്സും അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടും. അപ്പൊ നമുക്ക് ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ JD. യു ക്യാൻ ഓൾവേസ് കോൾ മീ JD. താങ്ക് യു. ബൈ.